പ്രയർ പറഞ്ഞു കേട്ടോ. പ്രയർ പറഞ്ഞു കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. പ്രയർ പറഞ്ഞോ. ആരുമില്ല? ഞാൻ പാടാമേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു മിസ്. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കൽ ഏരിയയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ മാത്തമാറ്റിക്കൽ ഏരിയയിലെ മെറ്റീരിയൽസ് അല്ലേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു? നമ്പർ, റോഡ്സ് ആൻഡ് കാർഡ്സ് പറഞ്ഞു ഇല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറഞ്ഞിരുന്നു. ഓക്കെ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നോക്കി. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് നോക്കി, ഷേപ്സ്, ജോമെട്രിക്കൽ സോളിഡ്സ് നോക്കി, ദെൻ ബൈനോമിയൽ ക്യൂബ്, ഇത്രയും കാര്യങ്ങളല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. ഇന്ന് നമ്മള് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇത്, അഡീഷൻ അല്ലെ? മാത്സിൽ നമ്മൾ മെയിൻ ആയിട്ട് അഡീഷൻ. അപ്പൊ നമ്മള് മോണ്ടിസോറിയില് മാത്സ് അഡീഷൻ പഠിപ്പിക്കുന്നത് അഡീഷൻ ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. മോണ്ടിസോറിയിൽ അഡീഷൻസ് പഠിപ്പിക്കുന്നത് എന്താണ്? അഡീഷൻ ബോർഡ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ അഡീഷൻ ബോർഡ്. നമുക്ക് 1 മുതൽ 18 വരെ നമ്പേഴ്സ് ഉണ്ട്. അഡീഷൻ ബോർഡിന്റെ പ്രത്യേകത എന്താ പറയാ, ഈ സൈഡില് എന്നെ സംബന്ധിച്ചാണെങ്കിൽ റൈറ്റ് സൈഡില് റെഡ് നമ്പേഴ്സ് ആണ് ഇരിക്കുന്നത് 1 മുതൽ 10 വരെ, ആൻഡ് ലെഫ്റ്റ് സൈഡില് 11, 12, 13, 14, 15, 16, 17 വരെ ഉണ്ട്. 10 കഴിഞ്ഞിട്ട് ഒരു ലൈൻ പോകുന്നുണ്ട്, ഒരു റെഡ് കളറിലെ ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു അഡീഷൻ ബോർഡാണ്. അഡീഷൻ ബോർഡിന് 2 സൈഡ്സിൽ നമുക്ക് നമ്പർ സ്ട്രിപ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓക്കെ, എനിക്ക് മിസ്റ്റേക്ക് പറ്റി, നമ്മൾ സ്ട്രിപ്സ് ഓപ്പോസിറ്റ് വെക്കുന്നത് കേട്ടോ. റെഡ് സ്ട്രിപ്സ് ഏ സൈഡില്, റൈറ്റ് സൈഡിലും, ബ്ലൂ സ്ട്രിപ്സ് ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നത് കേട്ടോ. അഡീഷൻ ബോർഡിന്റെ പ്രത്യേകതയാണ്. ഇതില് നമുക്ക് സ്ട്രിപ്സുകള് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് 9 സ്ട്രിപ്സ് ആണ് കേട്ടോ. 9, 8 സ്ട്രിപ്സ് ഉണ്ട്. 7, 1 വരെയുള്ള സ്ട്രിപ്സുകൾ ഉണ്ട്. ബ്ലൂയിലും ഉണ്ട്, അതേപോലെ തന്നെ റെഡിലും ഈ സ്ട്രിപ്സുകൾ ഉണ്ട്. സോ ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാം. ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്സ്, ബട്ടർഫ്ലൈയുടെ വിങ്സ് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രിപ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്.
ഏറ്റവും വലിയ സ്ട്രിപ്സ് ആയിരിക്കും ആദ്യം വെക്കുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. കേട്ടോ, ആദ്യം വലുത് വരും, അത് കഴിഞ്ഞിട്ട് ആ ഒരു പോലെ തന്നെ നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യാം കേട്ടോ. പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ തന്നെ ഇത് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്ത് അഡീഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിച്ചിരിക്കാം. ഞാനത് അറേഞ്ച് ചെയ്തതിനു ശേഷം ക്യാമറ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ക്ലോസ് സൈഡ് ഞാൻ അറേഞ്ച് ചെയ്യും, ഈ സൈഡ് ഞാൻ അറേഞ്ച് ചെയ്യും. ദെൻ റെഡ് സ്ട്രിപ്സ് ആണ് അറേഞ്ച് ചെയ്യുന്നത്. ലോങ്സ്റ്റ് വൺ ഫസ്റ്റ് വെച്ചു. ക്യാമറ എടുത്ത് പ്രസന്റ് ചെയ്ത് തരാം. കണ്ടോ, ബ്ലൂ സ്ട്രിപ്സ് ആണ്. കണ്ടോ, ഈ സൈഡ് കണ്ടോ 9, 8 അസെൻഡിങ് ആണ് ഓർഡർ. ഞാൻ പറഞ്ഞ ലൈൻ കണ്ടോ 1, 2, 3, 4, 5, 10 കഴിയുമ്പോൾ ഒരു ലൈൻ വരുന്നുണ്ട് താഴത്തേക്ക്. ദെൻ ഈ സൈഡിൽ ബ്ലൂ 11, 12, 13, 18 വരെ വരുന്നുണ്ട്. ദെൻ 9 കണ്ടോ 9, 8, 7, 6, 1. ഇത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതാണ് ഇതിന്റെ ഷേപ്സ്. ഒരു വെക്കുന്ന ബോർഡ്, ഇത് അഡീഷൻ ബോർഡാണ്. അപ്പോൾ അഡീഷൻ ബോർഡാണ് കേട്ടോ. ക്ലിയർ ആയോ അഡീഷൻ ബോർഡിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ? ഇനി ഞാൻ അഡീഷൻ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ അഡീഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റ്. ഞാൻ ടെക്നിക്കൽ ടീമിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഹെൽപ്പിന് വിളിക്കട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ അഡീഷൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 + 6 ആണ് കേട്ടോ. 7 + 6 ചെയ്യാം. 7 + 6 എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 7 + 6 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബ്ലൂ സ്ട്രിപ്സിൽ നിന്ന് 7 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുക്കുകയാണ്. കാണുന്നുണ്ടോ? 7 എന്ന് പറയുന്ന സ്ട്രിപ്പ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്തു കേട്ടോ. ഓക്കെ, 7 എന്ന് പറയുന്ന സ്ട്രിപ്പ് പ്ലേസ് ചെയ്തു. ദെൻ 6 എന്ന് പറയുന്നത് റെഡ് ആണ്. റെഡിൽ നിന്ന് ഞാൻ 6 എന്ന് പറയുന്ന സ്ട്രിപ്പ് പ്ലേസ് ചെയ്തു. ഓക്കെ, ദെൻ ഇത് കൗണ്ട് ചെയ്യും. നമ്മൾ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇത് എന്ത് ചെയ്ത് നോക്കും, കൗണ്ട് ചെയ്ത് നോക്കും. ഈ കോളംസ് ഇവിടെ കാണുന്ന ഈ കോളംസ് ഉണ്ടോ, ഇത് നമ്മൾ കൗണ്ട് ചെയ്യിക്കണം. കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. ആൻസർ കറക്റ്റ് ആണോ നോക്കാനായിട്ട് കണ്ടോ, നോക്കി 13 ആണ് ആൻസർ. ഓക്കെ, സ്ട്രിപ്സ് റീപ്ലേസ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇഷ്ടത്തിന് പറയുകയാണെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം കേട്ടോ. ഒരു 9 + 3 ചെയ്യാം. ഓക്കെ, 9 + 3 ഞാൻ കാർഡ് എഴുതിയിട്ടുണ്ട്, പേപ്പറിൽ എഴുതിയതാണ്. 9 + 3 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 9 എന്ന് പറയുന്ന സ്ട്രിപ്പ് ഈ സൈഡ് അല്ലെ
ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് അത് പ്ലേസ് ചെയ്യാം. അത് പ്ലേസ് ചെയ്തു, കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ദെൻ 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തു, അതും പ്ലേസ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യും, കൗണ്ട് ചെയ്ത് നോക്കും. ഈ കോളംസ് നമ്മുടെ കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിപ്പിക്കും. 1 2 3 4 5 6 7 8 9 10 11 12. കറക്റ്റ് ആണോ നോക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഇത് കറക്റ്റ് പ്ലേസിലായിരിക്കും ഇരിക്കുന്നത്. 12. ഓക്കെ, അഡീഷൻ മനസ്സിലായോ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാം. ആരും പറയുന്നില്ല. 5 plus 5. 5 plus 6. ഓക്കെ, 5 എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുത്തു. Then 5 plus 6 അല്ലേ പറഞ്ഞേ, 6 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്തു, പ്ലേസ് ചെയ്തു. ദെൻ കൗണ്ട് ചെയ്ത് നോക്കാണ്. 1 2 3 4 5 6 7 8 9 10 11. ചെക്ക് ചെയ്തേ, 11 അല്ലേ നേരെ കാണുന്ന ആൻസർ. 10 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഇതുവഴി ചെയ്യാനായിട്ട് പറ്റും. സ്ട്രിപ്സുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഒരാൾ പറഞ്ഞു 9 plus 9. ഓക്കെ, 9 plus 9 എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് അത് കവർ ചെയ്യും. നോക്കാം. 9 എന്ന് പറയുന്ന ബ്ലൂ സ്ട്രിപ്സ് എടുത്ത് വെച്ചു, റെഡ് സ്ട്രിപ്പും 9 എടുത്ത് വെച്ചു. ദെൻ നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യും, ഈ കോളംസ് ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്യിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. അപ്പൊ എത്ര കോളം ഉണ്ട്? 18. 6 plus 8. 6 plus 8. ബ്ലൂവിൽ നിന്ന് 6 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് വെച്ചു, 8 സ്ട്രിപ്പ് എടുത്ത് വെച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 അല്ലേ? 14 ആണ്. ഓക്കെ, അഡീഷൻ ബോർഡ് ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ്സേ, പറഞ്ഞോടാ. നമ്മള് പിന്നെ ഈ KG കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ 18 വരെ മാത്രം ഈ അഡീഷണൽ ചാർട്ടിൽ നമ്പേഴ്സ് ഉള്ളത്? അതേടാ, അതുകൊണ്ടാണ്. നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് കൂടുതൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനിവിടെ 2 സൈഡ്സും 9 ആണല്ലോ സ്ട്രിപ്പ് ഉള്ളത്. വേണമെങ്കിൽ നമുക്കൊരു 13 പ്ലസ് വേണമെങ്കിൽ ഒരു 3 ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 13 വേണമല്ലോ. അപ്പൊ നമുക്ക് 9 പറയുന്ന സ്ട്രിപ്പ് എടുത്തു, 13 എന്ന് പറയുമ്പോൾ 4 കൂടി എടുത്ത് പ്ലേസ് ചെയ്തു. 13 എന്നിട്ട് നമ്മൾ പ്ലസ് 3 അല്ലേ പറഞ്ഞത്, 3 എന്ന് പറയുന്ന റെഡ് സ്ട്രിപ്പ് എടുത്തു. ദെൻ കൗണ്ട് ചെയ്തു. നമുക്ക് കുറച്ചുകൂടി ഫസ്റ്റ് ഡിജിറ്റ് നമ്മൾ ബ്ലൂ കളറിലാണ് അതിൽ വെക്കുന്നത്. മാം അതാ ഞാൻ ചോദിക്കാൻ. അത് ബ്ലൂം പിന്നെ റെഡ് എന്താ കോൺസെപ്റ്റ് മാം? രണ്ടില് 1 to 9 നമ്പേഴ്സ് ഇല്ലേ? 1 to 9 നമ്പേഴ്സ് രണ്ടിലുണ്ട്. അപ്പൊ ബ്ലൂ തന്നെ 2 ഭാഗത്തിന് വെച്ചൂടെ? കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ഉണ്ടല്ലോ, അതിൽ നമ്മൾ കണ്ടത് എന്താണ്, ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ്. ബ്ലൂവും റെഡും നമ്മളെ സംബന്ധിച്ച് പ്രൈമറി കളേഴ്സ് ആണ്. കുട്ടികൾക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ്. അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഏതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ റോഡ്സില് പറയുന്നത് ഇവനക്ക് റെഡ് കളർ, അതായത് ഇവനക്ക് ബ്ലൂ കളർ. ഒന്നും ചിന്തിക്കില്ല, റോഡ്സ് വേറൊരു മെറ്റീരിയൽ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ കളർ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏതാണ് ആഡ് ചെയ്യേണ്ടത്, ഏതിനോട് ആഡ് ചെയ്യണം എന്നുള്ള ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. മനസ്സിലായോ? പിന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് ഈ കളേഴ്സ്. ഈ റെഡും അതേപോലെ ബ്ലൂവും കുട്ടികളുടെ മനസ്സിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കളേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു കുട്ടികൾ ആദ്യം പഠിക്കുന്ന കളേഴ്സിൽ ആദ്യം റെഡും പിന്നെ ബ്ലൂവും തന്നെ ആയിരിക്കുള്ളൂ. നമ്മുടെ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ ആദ്യം പഠിക്കുന്ന ചിലപ്പോൾ കളേഴ്സിൽ ഫസ്റ്റ് റെഡും ബ്ലൂ കളേഴ്സ് ആയിരിക്കണം. റെഡ് ഫോർ ആപ്പിൾ, ബ്ലൂ ഫോർ സ്കൈ. ഫസ്റ്റ് അവർ ആ കളേഴ്സ് ഇത് ചെയ്യാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഈ കൺസെപ്റ്റിൽ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിലേക്ക് മെറ്റീരിയൽസിനുണ്ട്. ഇതിപ്പോ നിങ്ങൾ കണ്ടത് അഡീഷൻ ബോർഡ് ആണ്. ഈ സബ്സ്ട്രാക്ഷൻ ബോർഡിലും ഇതേ മെറ്റീരിയൽ ഇതേ സ്ട്രിപ്സ് തന്നെയാണ്, കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഈ അഡീഷൻ ബോർഡ് ക്ലിയർ ആണോ? എളുപ്പമാണ് അഡീഷൻ ബോർഡ്. സബ്സ്ട്രാക്ഷൻ ബോർഡിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ ഒരു 2 minutes ഇട്ടാ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്തേരാം.
ഓക്കെ 1 മിനിറ്റ് കേട്ടോ. നോക്കാം, നിങ്ങളിപ്പോ കാണുന്നത് സബ്സ്ട്രാക്ഷൻ ബോർഡാണ് കേട്ടോ. സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ സബ്സ്ട്രാക്ഷൻ ബോർഡിൽ ഈ സൈഡിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ സ്ട്രിപ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബ്ലൂ സ്ട്രിപ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 9, 8, 7, 6 ഒക്കെ ബ്ലൂ സ്ട്രിപ്സുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദെൻ റൈറ്റ് സൈഡിൽ റെഡ് സ്ട്രിപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോർഡിലാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. സബ്സ്ട്രാക്ഷന്റെ ബോർഡിലാണ് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നത്. നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കഴിഞ്ഞിട്ട് ഏത് ലൈനാ വന്നിരിക്കുന്നത്? ബ്ലൂ ലൈനാ വന്നിരിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? 10 കഴിഞ്ഞിട്ട് റെഡ് ലൈനാ വന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ബ്ലൂ ലൈൻ ആണ്. സോ ബ്ലൂ ലൈൻ വന്നുകൊണ്ട് തന്നെ സബ്സ്ട്രാക്ഷൻ ബോർഡാണ്. ചെറിയൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സബ്സ്ട്രാക്ഷൻ ബോർഡിൽ ഈ ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ മെയിൻ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ബോർഡില് ബ്ലൂ ആൻഡ് റെഡ് സ്ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് സബ്സ്ട്രാക്ഷൻ ബോർഡിലേക്ക് വരുമ്പോൾ ഗ്രേ സ്ട്രിപ്സും കൂടി ഉണ്ട്. ഞാൻ അറേഞ്ച് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഞാൻ ഇത് അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഗ്രേ സ്ട്രിപ്സുകൾ അറേഞ്ച് ചെയ്യാണ്. ഏറ്റവും വലിയ സ്ട്രിപ്സ് ഞാൻ 1ന് നേരെ വെക്കാണ്ട്. ഏറ്റവും വലിയ സ്ട്രിപ്പ് 1 എന്ന് പറയുന്ന നമ്പറിന് നേരെ വെക്കാണ്. നെക്സ്റ്റ് 2, 3 അങ്ങനെ അസെൻഡിങ് നമ്മൾ ഈ ഒരു ഓർഡറിൽ എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്യാം കേട്ടോ. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാണ്. സ്ട്രിപ്സുകൾ അറേഞ്ച് ചെയ്യാണ്. രണ്ട് ടേബിളിലായിട്ട് അറേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഒരു തടസ്സം പോലെ നമുക്ക് തോന്നുന്നത്. ഞാൻ ലാസ്റ്റിലാണ് ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്നവർക്ക് എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളാവുമ്പോൾ അത് ഇതാണ് വലുത്, ഇതാണ് ചെറുത് എന്നൊക്കെ നോക്കി ടൈം കുറച്ച് കൺസ്യൂം ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അവിടെ കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് പണ്ടത്തെ ഫ്ലോലി ആയിരിക്കും ഓരോ ആക്ടിവിറ്റീസിലും ചെയ്യുന്നത് കേട്ടോ. ഇതാണ് എന്റെ സബ്സ്ട്രാക്ഷൻ ബോർഡ്. അതിന്റെ ഗ്രേ സ്ട്രിപ്സ്, ബ്ലൂ സ്ട്രിപ്സ് ആൻഡ് റെഡ് സ്ട്രിപ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഡിഫറൻസ് മനസ്സിലായല്ലോ. നമുക്ക് സബ്സ്ട്രാക്ഷൻ ബോർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സ്ട്രിപ്പുകൾ ഗ്രേ സ്ട്രിപ്സ്, റെഡ്, പഴയ പോലെ തന്നെ റെഡും ബ്ലൂവും ബട്ടർഫ്ലൈ പോലെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സബ്സ്ട്രാക്ഷൻ ബോർഡിൽ 1ന് നേരെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള സ്ട്രിപ്പ്, അത് കഴിഞ്ഞ ആ ഒരു ഓർഡർ ആണ്. നിങ്ങൾ ഈ ഒരു ഓർഡർ ചെറുതിന് നമ്മുടെ എന്താ പറയുക ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സബ്സ്ട്രാക്ഷൻ ചെയ്ത് നോക്കിയാലോ. സബ്സ്ട്രാക്ഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 50 മൈനസ് 5 ആണ്. 15 മൈനസ് 5, 15. ഓക്കെ, 15 മൈനസ് 5 ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ 15 കഴിഞ്ഞിട്ടുള്ള നമ്പർ നമ്മൾ നോക്കാം. ഏതാണ്? 16 ആണ്. 16 ടോപ്പിലുള്ള സ്ട്രിപ്പ് എടുത്ത് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു? കവർ ചെയ്ത് വെക്കുന്നു. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഞാൻ 15 മൈനസ് 5 എന്നാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? സബ്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ 15 കഴിഞ്ഞിട്ടുള്ള സ്ട്രിപ്പ് എന്ന് വെച്ചാൽ 16 മുകളിലുള്ള സ്ട്രിപ്പ് എടുക്കുന്നു. അത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കറക്റ്റ് ഇടത് കവർ ചെയ്ത് വെക്കുകയാണ്. നമുക്കത് വേണ്ട, ആ നമ്പേഴ്സ് വേണ്ട. 15 മൈനസ് 5 ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി 5 എന്ന് പറയുന്ന സ്ട്രിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പ്ലേസ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കാണ്. ബാക്കി കോളംസ് എത്രയാണെന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കും. കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്ത് നോക്കും. നമ്മൾ ഈ കോളത്തിലാണ് വെക്കുന്നതെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കും. ബാലൻസ് കോളംസ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോ 50 മൈനസ് 5 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാമോ? അപ്പൊ ബ്ലൂ എന്ന് വെക്കണ്ടേ മാം? മീൻസ് 2 ഡിജിറ്റ്സ് അല്ലേ? 10, 15 മൈനസ് 5. അപ്പൊ 15 കാണിക്കണ്ടേ?
15 ആണ് നമ്മൾ ഇത്രയും കവർ ചെയ്തപ്പോൾ നമുക്ക് 15 എന്ന് പറയുന്ന നമ്പർ വരെയും കിട്ടി. കണ്ടോ മോൻ? യെസ് മാം. സ്ട്രിപ്പ് വെക്കണ്ടേ അപ്പോ? ഇപ്പൊ വെക്കണം, ചെക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. നമ്മളത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, 10 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ സ്ട്രിപ്പ് എടുത്ത് വെക്കണം. നോ മാം അങ്ങനെയല്ല. 15 കുഞ്ഞുങ്ങൾക്ക് കൗണ്ട് ആക്കാനായിരുന്നു. അപ്പൊ 15 നമ്പേഴ്സ് വെക്കണ്ടേ? എടാ അങ്ങനെയല്ല, നമ്മള് 15 മൈനസ് 5 എന്ന് പറയുമ്പോൾ നമ്മൾ 15 എന്ന് പറയുന്ന നമ്പർ ഇവിടെ കൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 വരെ അവർക്ക് കൗണ്ട് ചെയ്തു. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ 5 എന്ന് പറയുന്ന സ്ട്രിപ്പ് ഇവിടെ എടുത്ത് പ്ലേസ് ചെയ്തു. then കുട്ടികളോട് നമ്മൾ പറയാണ് ബാലൻസ് കൗണ്ട് ചെയ്ത് നോക്കൂ. അപ്പൊ അവർ കൗണ്ട് ചെയ്യും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 ആണ് മിസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെക്ക് ചെയ്ത് നോക്കാന്ന് പറയും കുട്ടികളുടെ. നമ്മൾ എന്ത് ചെയ്യും? 9ന്റെ ഒരു സ്ട്രിപ്പും 1ന്റെ ഒരു സ്ട്രിപ്പും കൂടി, ബ്ലൂവിൽ നിന്ന് 9ഉം 1ഉം കൂടി എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പ്ലേസ് ചെയ്യും. 10 അല്ലേ വന്നിരിക്കുന്നത്? അപ്പൊ പറയും 50 മൈനസ് 5 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പൊ ഇതിനകത്ത് ബ്ലൂ സ്ട്രിപ്പ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ? ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. അത് ഈ മെറ്റീരിയൽ നിങ്ങൾ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് ആ ഡൗട്ട് വരുന്നത്. കാരണം അതേപോലെ ഗ്രേ സ്ട്രിപ്പ് എന്താ യൂസ് ചെയ്യുന്നതെന്നും അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. നമ്മൾ അത്രയും നമ്പേഴ്സ് വേണ്ട, ബാലൻസ് വേണ്ട എന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രേ സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ 7 മൈനസ് 3 ആണെന്ന് വിചാരിക്കും. 7 മൈനസ് 3 എന്ന് വെച്ചാൽ നമുക്ക് 7 വരെയും മതി. എന്ത് കോളംസ് 7 വരെയും ഉള്ള കോളംസ് നമുക്ക് മതി. തൊട്ടടുത്ത കോളം മുതൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്ത് വെക്കണം. സോ 7 കഴിഞ്ഞിട്ടുള്ള കോളാണ് 8. 8ൽ വന്നിരിക്കുന്ന ഗ്രേ സ്ട്രിപ്പ് ഞാനത് എടുത്ത് 8ന് മേലെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്പേഴ്സ് ഇല്ല. കുട്ടികളോട് പറയാം അത്രയും നമ്പേഴ്സ് നമുക്ക് വേണ്ട. 7 മൈനസ് 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് റെഡിൽ നിന്ന് എടുത്ത് പ്ലേസ് ചെയ്യുന്നു. കുട്ടികളോട് പറയാം കൗണ്ട് ചെയ്ത് നോക്കുക, ബാലൻസ് എത്ര കോളം ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കും. 1 2 3 4. അപ്പൊ എത്ര കോളം ഉണ്ട്? 4 ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 4 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണ്. 1 2 3 4 ആണ്. അപ്പൊ അവർക്ക് ആ ഡിഫറൻസ് മനസ്സിലായി. നമുക്ക് ആൻസർ ആണ് ബ്ലൂ എങ്കിൽ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്ന ഫിഗർ ആണ് ഏത്? 3 എന്നുള്ളത്. മിസ്, ബ്ലൂ വെക്കാതിരുന്നാലല്ലേ ആൻസർ കാണാ കുട്ടികൾക്ക്? ആൻസർ കാണണ്ടവര്. ഓക്കെ, നമ്മൾ ആ കൗണ്ടിങ്ങിന്റെ സമയത്ത് ഇത് കവർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കോളംസ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, കൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടും. 1 2 3 4. ആ ബ്ലൂവിന്റെ അവിടെ വരുമ്പോൾ 4 ആണ്. കുട്ടികൾ പറയും 4 ആണ്. ഓക്കെ, സബ്സ്ട്രാക്ഷൻ ഇതൊരു ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. നമ്മൾ അഡീഷൻ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യില്ല. ഈ ഗ്രേ സ്ട്രിപ്പും കൂടി വരുന്നുണ്ട്. അപ്പൊ അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ എളുപ്പമായിരിക്കും. സബ്സ്ട്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ പറയോ? 12 മൈനസ് 4. 12 മൈനസ് 4 അല്ലെ? 12 കഴിഞ്ഞിട്ടുള്ള നമ്പർ ആണ് 13. ഓക്കെ, 13 മുകളിലുള്ള സ്ട്രിപ്പ് നോക്കി. 12 കഴിഞ്ഞിട്ട് 13 ആണ്. 13 മുകളിലുള്ള സ്ട്രിപ്പ് ഞാൻ എടുത്താണ് കേട്ടോ. ഓക്കെ, അത് ഞാൻ 30 കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യാണ്. 12 മൈനസ് 4 എന്നല്ലേ ഞാൻ പറഞ്ഞത്? 4 എന്ന് പറയുന്ന റെഡ് സ്ട്രിപ്പ് എടുത്തു. ദെൻ ഞാനത് പ്ലേസ് ചെയ്യാണ്. ദെൻ കൗണ്ട് ചെയ്യിപ്പിക്കാം. 1 2 3 4 5 6 7 8. 8 ആണ് എനിക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ബ്ലൂവിൽ നിന്ന് 8 എന്ന് പറയുന്ന സ്റ്റെപ്പ് എടുത്ത് പ്ലേസ് ചെയ്യാണ്. അപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ ആണോ അങ്കിത? ചെറുങ്ങനെ കൺഫ്യൂഷൻ മാം. ഇത് കോൺസെപ്റ്റ് മനസ്സിലായില്ല. എഡിഷൻ ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ ഞാനിപ്പോ മനസ്സിലാക്കി. ഇപ്പൊ കൗണ്ട് ആക്കിക്ക കുഞ്ഞുങ്ങളെ. മീൻസ് 4 പ്ലസ് 8 പ്ലസ് 4 കൗണ്ട് ചെയ്തപ്പോ അതില് 3 മൈനസ് അല്ല, എത്ര മൈനസ് ആക്കാൻ പറഞ്ഞു? 4 മൈനസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അമ്മോ, ഞങ്ങൾ ഇപ്പോ LKG UKG പഠിപ്പിക്കുമ്പോ ഇല്ല മെത്തഡും ഇതും കുറച്ച് കൺഫ്യൂഷൻ.
ഓക്കെ, LKG കഴിഞ്ഞ് നമ്മൾ കൗണ്ടിങ് കുട്ടികൾ പഠിച്ചതിന് ശേഷം നമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡീഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അഡീഷൻ പെർഫെക്റ്റ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ സബ്സ്ട്രാക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴേക്കും കുട്ടികൾ സെറ്റ് ആവോടോ? നോക്കാം. പറഞ്ഞു മനസ്സിലായത് പറയട്ടെ. അതായത് ഈ ആഷ് കളർ വരുന്നത് ബ്ലോക്ക് ചെയ്യാനുള്ള നമ്പറാ അല്ലേ? അതെ. അത് കഴിഞ്ഞിട്ട് എത്രയാണോ മൈനസ് ചെയ്യാനുള്ളത് ആ ഇത് വേണം എടുത്ത് വെക്കാനായിട്ട്. കുഞ്ഞുങ്ങളുടെ പറയുന്ന കൗണ്ട് ചെയ്യാൻ പറയണം. അപ്പൊ ആൻസർ കിട്ടും. ആ ആൻസർ ആണ് നമ്മൾ ബ്ലൂവിൽ നിന്ന് എടുത്ത് വെക്കുന്നത്. ഓക്കെ അല്ലേ? നിർബന്ധമില്ല, ബ്ലൂവിൽ ചെക്ക് ചെയ്യണം നിർബന്ധമില്ല. കാരണം അത് കൗണ്ട് ചെയ്യുമ്പോഴേക്കും ആൻസർ അവർക്ക് കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യിപ്പിക്കാം അല്ലേ? അതല്ലേ? ചെയ്യിപ്പിക്കാം. അങ്ങനെ ഇപ്പൊ 10 മൈനസ് 16 മൈനസ് 10 പറഞ്ഞിട്ടുണ്ട്. സോ 16 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞിട്ട് 17 and 18 ആ വന്നിരിക്കുന്നത്. സോ ഞാൻ ആ സ്ട്രിപ്പ് എടുത്ത് ആ 2 കോളം ഞാൻ എന്ത് ചെയ്തു, കവർ ചെയ്ത് വെച്ചു. 10 ആണ് പറഞ്ഞത്, നമ്മുടെ 10 ഇല്ല, 9 + 1 ആണ് 10. ഓക്കെ, 9 + 1 ആണ് നമ്മുടെ 10 ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കോളംസ് എന്ത് ചെയ്താൽ മതി, കൗണ്ട് ചെയ്യിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. 1 2 3 4 5 6. മനസ്സിലായോ? ഓക്കെ മാം. അപ്പം നമ്മൾ 9 കഴിഞ്ഞിട്ട് വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അത് വെച്ച് ആഡ് ചെയ്ത് വെക്കണം അല്ലേ? ആഡ് ചെയ്ത് വെക്കണം. കാരണം അവർക്ക് അത് അഡീഷണൽ പിള്ളേർക്ക് അറിഞ്ഞിട്ടുണ്ടാവണം മാം. ഇപ്പൊ 10 അവള് പറഞ്ഞ മാതിരി എക്സാമ്പിൾ 16 മൈനസ് കുഞ്ഞുങ്ങൾക്ക് അത് അഡീഷൻ 1 വേണോന്ന് പറഞ്ഞിട്ട് വെക്കാനേ അവർക്ക് അറിഞ്ഞിട്ടുണ്ടാവണ്ടേ? അഡീഷൻ കോഡ് പഠിപ്പിച്ച് അഡീഷൻ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ആഡ് ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യില്ല, 2 കോഡും ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. നിങ്ങൾ ഇപ്പൊ വലിയ കുട്ടികളാണല്ലോ, അതുകൊണ്ടാണ് അറ്റ് എ ടൈം ഞാൻ എന്ത് ചെയ്യുന്നത്, അഡീഷൻ കോഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഞാൻ സബ്സ്ട്രാക്ഷൻ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അഡീഷൻ കോഡ് കുട്ടികൾ പ്രാക്ടീസ് ചെയ്ത് അവർ പെർഫെക്റ്റ് ആയി എന്ന് ഉറപ്പ് വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, സബ്സ്ട്രാക്ഷൻ കോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കുറച്ചുകൂടെ അത് ടൈം ഉണ്ട്. ഈസി മെത്തേഡ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് അഡീഷൻ കോഡ് സബ്സ്ട്രാക്ഷൻ കോഡ് കുട്ടികൾ സെറ്റ് ആയതിനു ശേഷം മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഡിവിഷൻ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, നമ്മൾ വിചാരിക്കും KG സെഷനിലെ കുട്ടികൾക്ക് എന്തിനാ അഡീഷനും സബ്സ്ട്രാക്ഷനും എന്തിനാ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിപ്പിക്കണേ? നമ്മളത് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ തന്നെ അറിയൂല, അവർ പഠിക്കുന്നത് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് അവർ കൗണ്ട് ചെയ്യുന്നു, അവര് അത് പുട്ട് ചെയ്യുന്നു, അങ്ങനെ മനസ്സിലാക്കുകയാണ്. അവർ അത് വെക്കുന്നു, ലാസ്റ്റ് കൗണ്ട് ചെയ്യുന്നു. കൗണ്ടിങ് കുട്ടികൾക്ക് അറിയാലോ, ഈ ഏജിലുള്ള കുട്ടികൾക്ക് കൗണ്ടിങ് എന്തായാലും അറിയാൻ പറ്റുമല്ലോ. നമ്മൾ കൗണ്ടിങ് പഠിപ്പിച്ചതിന് ശേഷമാണ് അഡീഷനിലേക്കും പിന്നെ സബ്സ്ട്രാക്ഷനിലേക്കൊക്കെ വരുന്നത്. പിക്ചേഴ്സ് വെച്ചിട്ടാണ് മാം പഠിപ്പിക്കുന്നത്. എന്താണ്? പിക്ചേഴ്സ് വരച്ചിട്ട് അതിനെ ഫുൾ നമ്പേഴ്സ് വെച്ചിട്ട് നമ്പർ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങള്? ഉണ്ടായിരുന്നു. ഈ നമ്പർ ചാർട്ട് ചെയ്തില്ലേ? നമ്പർ ചാർട്ട് പോലെയാണ് ആദ്യം നമ്മൾ കൗണ്ടിങ്ങും കാര്യങ്ങളും കുട്ടികളിൽ പഠിപ്പിക്കുന്നത്. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നമ്മുടെ മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ആണ് നമ്മൾ ഈ സബ്സ്ട്രാക്ഷൻ അഡീഷൻ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രീ പ്രൈമറിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ പഠിപ്പിക്കണം മാം. മോണ്ടിസോറി മെത്തേഡിലാണ് നമ്മൾ ഇത് എക്യുപ്മെന്റ്സ് വെച്ച് പഠിപ്പിക്കുന്നത്. സബ്സ്ട്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കുന്നത്. കാരണം ഈ മോണ്ടിസോറി മെത്തേഡ് ചെയ്യുന്ന കുട്ടികളുണ്ട്. മോണ്ടിസോറി മെത്തേഡ് ഈ എന്താ പറയാ UKG-യിലാവുമ്പോൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഈ മോണ്ടിസോറി സ്കൂളിലൊക്കെ ട്രെയിനിങ്ങിന് പോകുന്നവർക്ക് അറിയാൻ പറ്റും, ആ കുട്ടികൾ ചെയ്യും, മെറ്റീരിയൽ ചെയ്യും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബാച്ചിൽ ആരോ മോണ്ടിസോറി സ്കൂളായിരുന്നു. അവിടെ ഞാൻ മോണ്ടിസോറി സ്കൂളിലാണ് പോയത്. അവിടെ ഇത് കണക്കാ പഠിപ്പിക്കുന്നത്. ഫുള്ള് ഇതുപോലുള്ള പഠിപ്പിക്കുന്നത്. അതാണ്, കുട്ടികൾ ട്രെയിൻ ചെയ്യുമ്പോൾ അവർക്ക് സെറ്റ് ആയിക്കോളും. നമ്മൾ നമ്മുടെ കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ അയ്യോ സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കുകയാണല്ലോ, അത് അവർക്ക് മനസ്സിലാകുമോ അങ്ങനെ ചിന്തിക്കാണ്ട് നമ്മൾ ഈ മെറ്റീരിയൽസ് ആണ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽസിലൂടെ അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റും, ആൻഡ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഈ ഗ്രേ സ്ട്രിപ്പ് അറേഞ്ച് ചെയ്യുന്നത് നോക്കി തന്നെ നമുക്ക് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ മനസ്സിലാവില്ലേ? അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആ കൺസെപ്റ്റ് നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, മോണ്ടിസോറി സ്കൂളിൽ ഇങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കുന്നത്. അപ്പോ നല്ലൊരു എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി, കാരണം KG സെഷനിൽ ആരും സബ്സ്ട്രാക്ഷനും അഡീഷൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, സബ്സ്ട്രാക്ഷൻ പഠിപ്പിക്കുന്നില്ല. കുട്ടികളൊക്കെ കുറച്ചും കൂടി ക്യാച്ച് ചെയ്യുന്നുണ്ട്. കുഞ്ഞു നമ്പേഴ്സ് ഉണ്ട്. എന്താണ് ആര്യ?
കുഞ്ഞു നമ്പേഴ്സ് ബേസ് ആയിട്ടുള്ള ചെറിയ 10 വരെയുള്ള നമ്പേഴ്സിൽ അഡിക്ഷൻ പഠിക്കുന്നുണ്ട്. ഓക്കേടാ. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്ട്രാക്ഷൻ ബോർഡ് മനസ്സിലായോ? സബ്സ്ട്രാക്ഷൻ ബോർഡിൽ പ്രത്യേകിച്ച് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഗ്രേ സ്ട്രിപ്സ് ആണ്. നമ്മൾ ഏതാണോ നമ്പർ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നമ്പറിന് മുകളിലുള്ള സ്ട്രിപ്പ് എടുത്ത് ബാലൻസ് ഉള്ള പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്ത് വെക്കുന്നു. ദെൻ നമ്മൾ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്യുന്നു. ദെൻ കൗണ്ട് ചെയ്ത് നോക്കുന്നു. ദെൻ ചെക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ സബ്സ്ട്രാക്ഷൻ ബോർഡിൽ. നമ്മൾ 18 - 9 ആവുമ്പോ റെഡ് സ്ട്രിപ്പ് മാത്രം വെച്ചാൽ മതി അല്ലേ? 18 - 9 ആവുമ്പോൾ നമുക്ക് ഗ്രേ സ്ട്രിപ്പ് എടുക്കണ്ട. കാരണം 18 കഴിഞ്ഞിട്ട് സ്ട്രിപ്പ് ഇല്ല. സോ 9 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് നമ്മളിവിടെ പ്ലേസ് ചെയ്യാണ്. ദെൻ അവരോട് കൗണ്ട് ചെയ്ത് നോക്കാൻ പറയാം. ആദ്യം തന്നെ കോളംസ് കൗണ്ട് ചെയ്യാൻ പറയാം. 1 2 3 4 5 കോളംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കോളംസ് കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. 1 2 3 4 5 6 7 8 9. ദെൻ 9 ബ്ലൂ സ്ട്രിപ്പിൽ നിന്ന് 9 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവരോട് പറയാം ഓക്കെ ഒന്നുകൂടി കൗണ്ട് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 7 8 9. ഇനി നമുക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിക്ക് വേണമെങ്കിൽ ഈ ഫുൾ ആയിട്ടുള്ള കോളംസ് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18 വരെയാണ്. 18 നിന്ന് ഈ 9 കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 9 നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ബാലൻസ് ഉള്ള കോളംസ് നമുക്ക് കിട്ടുന്നത്. അത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ചെയ്യിച്ചിട്ട് വേണം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യിക്കാൻ. കൗണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചെക്ക് ചെയ്യിക്കാൻ കേട്ടോ. കൗണ്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മളിത് കുട്ടികളെ ആ ഒരു വരില്ല. ഞാൻ ഈ സബ്സ്ട്രാക്ഷൻ ബോർഡ് മാറ്റിക്കോട്ടെ. മാം ഒരു മിനിറ്റ്, 0 കിട്ടുന്ന ആൻസർ ചെയ്യാൻ എങ്ങനെ പറ്റുക? 0 കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്പർ പറയോ? 2 - 2 മതിയോ? ഏതെങ്കിലും 2 - 2 എന്ന് പറയുമ്പോൾ ഞാൻ ഈ 3 മുതലുള്ള സ്ട്രിപ്സ് ഞാൻ എന്ത് ചെയ്തു, കവർ ചെയ്ത് വെച്ചു. ദെൻ ഇവിടെ 2 എന്ന് പറയുന്ന സ്ട്രിപ്പ് എടുത്ത് പ്ലേസ് ചെയ്തു. കുട്ടികൾക്ക് അവിടെ കൗണ്ട് ചെയ്യാൻ കോളംസ് ഉണ്ടോ? കുട്ടികളോട് ചോദിക്കുക കൗണ്ട് ചെയ്യാൻ കോളംസ് ഉണ്ടോ? അപ്പൊ അവരെന്ത് പറയും? ഇല്ല, അവിടെ കോളംസ് ഇല്ല. സോ ദാറ്റ്സ് 0. ഓക്കെ. ഓക്കെ, ഞാനിതൊന്ന് റീപ്ലേസ് ചെയ്യട്ടെ കേട്ടാ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം, മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ ഇനി നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡാണ് കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് പ്രസന്റ് ചെയ്യാൻ പോകണം. വന്നിട്ട്
നിങ്ങൾ കാണുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. യെല്ലോ ആൻഡ് റെഡ് ആണ് ഇതിന്റെ തീം വരുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെറുപ്പത്തിൽ എത്ര വരെ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്? 10. എന്റെ പാരന്റ്സ് അത് ഭയങ്കര നിർബന്ധമായിരുന്നു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കറക്റ്റ് ആയിട്ട് പറയണം എന്നൊക്കെ. പക്ഷേ എനിക്ക് ഞാൻ തോന്നിയിട്ടുണ്ട് ഈ മെറ്റീരിയൽ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മെറ്റീരിയൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ അത്ര കറക്റ്റ് ആയിട്ട് പഠിച്ചാനല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇത് 5 - 2 എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. 5 - 2 എന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മൈനസ് ഓർ ഇൻറ്റു മാം? സോറി, ഇൻറ്റു. സബ്ട്രാക്ഷൻ ഇങ്ങോട്ട് വന്നിട്ടില്ല, അതുകൊണ്ടാണോ? ഓക്കെ, 5 × 2, 5 × 2. ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നുണ്ടല്ലോ? അല്ലെങ്കിൽ തിരിഞ്ഞിട്ടാണോ കാണുന്നത്? ഓപ്പോസിറ്റ് ആണോ കാണുന്നത്? അപ്പ് ആൻഡ് ഡൗൺ. ഇപ്പോഴോ? നോ മാം, ബോർഡ്. ഓക്കെ, ബോർഡാണ് അപ്പ് ആൻഡ് ഡൗൺ കാണുന്നത്. ജസ്റ്റ് ഞാൻ ഇപ്പോഴോ? ഓക്കെ ആണോ? ഓക്കെ ഇപ്പൊ ഓക്കെ അല്ലേ? ഞാനത് ചെയ്യാൻ പോവാണ്. ഞാൻ ഓപ്പോസിറ്റ് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 5 × 2 ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കുറച്ച് മെറ്റീരിയൽസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നിങ്ങൾക്ക് കേട്ടോ. ഇത് സ്കെച്ചിൽ എന്ന് പറയും. എന്താണ് ഈ ഒരു മെറ്റീരിയൽ? സ്കെച്ചിൽ എന്ന് പറയും. ഇത് കുട്ടികൾ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു നോബ് ഒക്കെ കണ്ടോ? നോബ് കണ്ടോ നിങ്ങള്? ഇതൊക്കെ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ, കുട്ടികൾ എങ്ങനെയാണ് പെൻ ഹോൾഡ് ചെയ്യുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്ത് പറയുന്നത്? സ്കെച്ചിൽ എന്ന് പറയുന്നത്. ഇത് ഇവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്പേഴ്സ് കാർഡ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്പേഴ്സ് കാർഡ് ഉണ്ടോ? ഡിഫറെന്റ് 10 വരെയുള്ള നമ്പേഴ്സ് കാർഡ് നമ്മുടെ ഈ ഒരു ബോക്സിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്കെറ്റിൽസ് 2 എണ്ണം ഉണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട്. കൺഫർമേഷന് വേണ്ടിയിട്ടാണ് സ്കെറ്റിൽസ് 2 എണ്ണം ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ 5 × 2 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദെൻ ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഫിഗർ 2 ആണ്. മൾട്ടിപ്ലയർ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്ലേസ് ചെയ്യുന്നത്. 2 എന്ന് പറയുന്ന കാർഡ് ഞാനത് എടുത്തിട്ട് എന്ത് ചെയ്യും? ഞാനിവിടെ അത് പ്ലേസ് ചെയ്യാണ്. 2 എന്ന് പറയുന്ന കാർഡ് പ്ലേസ് ചെയ്തു. കാർഡ് നിങ്ങൾ 2 കറക്റ്റ് ആയിട്ടല്ലേ കാണുന്നത്? ഓക്കെ, 2 എന്ന് പറയുന്ന കാർഡ് പ്ലേസ് ചെയ്തു. നമുക്ക് എത്രയാണ് ഇൻറ്റു ചെയ്യേണ്ടത്? 5 × 2 ആണ്. സോ ഒരു സ്കെറ്റിൽ എടുത്തിട്ട് ഞാൻ 5 എന്ന് പറയുന്ന നമ്പറിന്റെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 5 എന്ന് പറയുന്ന നമ്പറിന്റെ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചു. ഇത് മൂവബിൾ ആയിട്ടുള്ള സ്കെറ്റിൽസ് ഒക്കെ ചില ബോർഡുകളിൽ കാണാറുണ്ട്. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ സ്കെറ്റിൽസ് ഈ റൗണ്ടിൽ നിന്ന് തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഉള്ളത് ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് പ്ലേസ് ചെയ്യാണ് വേണ്ടത്. സോ 5 എന്നുള്ള പ്ലേസിലേക്ക് ഞാനൊരു സ്കെറ്റിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ഒരു സ്കെറ്റില് 2 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ? 2 അല്ലേ? 2 എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക് 1 1 2 2ലേക്ക് ഞാൻ പ്ലേസ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഹോളാണ് കേട്ടോ. അത് ഫുള്ള് ഹോളാണ്. ബീഡ്സ് ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലത്തെ ഹോളുകളാണ്. ബീഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വീഴുന്ന ടൈപ്പ് ഹോളുകളാണ് ഇതുള്ളത്. എല്ലാ ഹോള് ഇതെല്ലാം 100 ഹോൾസ് ഉണ്ട് ഇവിടെ. ഈ ബോർഡിൽ 100 ഹോൾസ് ഉണ്ട് കേട്ടോ. ഞാൻ 2 എന്ന് പറയുന്ന ആ കോളം വരെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ബീഡ്സ് എന്ത് ചെയ്യും? ഓരോന്നും പിക്ക് ചെയ്യണം. 1 2 എന്നുവെച്ചാല് 5 times 2 ചെയ്യണം. 5 times 2 ചെയ്യണം. 5 times ചെയ്യണം. 2 എന്ന് പറയുന്നത് 5 times ചെയ്യണം. അതുകൊണ്ട് ഞാൻ 2 1 2 1 2 അപ്പൊ 4 ആയിട്ടുള്ളൂ. 5 ചെയ്യാണ്. 1 2 ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? 2 എത്ര ടൈംസ് ചെയ്തു? 5 times ചെയ്തു. എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കാണ്. ഓക്കെ, കൗണ്ട് ചെയ്ത് നോക്കാണ്. ഇത് ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൗണ്ട് ചെയ്ത് നോക്കാണ്. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 5 × 2 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? 10. ഓക്കെ, മനസ്സിലായോ? മാം, വൺ ഡൗട്ട് മാം. ഇപ്പൊ 2 പ്ലേസ് ചെയ്തിട്ടുണ്ടല്ലോ കാർഡ്. അപ്പൊ 5 കാർഡ് പ്ലേസ് ചെയ്യണ്ട? അത് ഇനി നോക്കട്ടെ കുട്ടി. നമ്മള്
2 into 5 ആന്ന് വിചാരിക്കും. 2 into 5 ആയിരുന്നെങ്കിൽ ഈ 2ന് പകരം ഏതായിരിക്കും കാർഡ് വരുന്നത്? 5 എന്നുള്ള കാർഡായിരിക്കും വരുന്നത്. ബീറ്റ്സിന്റെ അറേഞ്ച്മെന്റ്സും മാറും. എന്താ പറഞ്ഞത്? 2 into 5 എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ പറയാട്ടോ. ക്വസ്റ്റ്യൻ എന്താണ്? 2 into 5. ഞാൻ എവിടെ പ്ലേസ് ചെയ്യും? ഇവിടെ പ്ലേസ് ചെയ്യും. ഈ 2ന് നേരെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു പ്ലേസ് ചെയ്ത് രണ്ട് നമ്പേഴ്സില് ഒന്ന് സ്ട്രിപ്സിന് ഞമ്മ പറയുന്ന നമ്പറിൽ വെക്കണ്ട, ആദ്യത്തെ നമ്പറിൽ. പിന്നെ നെക്സ്റ്റ് നമ്പർ കാർഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യേണ്ടതാ? കാർഡ് ചെയ്യുന്നത് മൾട്ടിപ്ലയർ ആയിരിക്കും. കാർഡ് വരുന്നത് മൾട്ടിപ്ലയർ ആയിരിക്കും. നമ്മൾ ഇതിനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി ഞാനിത് അറേഞ്ച് ചെയ്തുതരാം. 5 into 2 അല്ലേ പറഞ്ഞത്? നോക്കട്ടോ. 1 2 5 ആയതുകൊണ്ട് നമ്മൾ 5 ബീറ്റ്സ് എന്ത് ചെയ്യും? പ്ലേസ് ചെയ്യും. സോറി, കണ്ടോ? എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കും. അത് ചെയ്യുന്ന രീതിക്ക് ഇത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പൊ 3 ഓക്കെ കൗണ്ട് ചെയ്യാണ്. 1 2 3 4 5 6 7 8 9 10. അപ്പൊ 5 into 2 എത്രയാണ്? 10 ആണ്. ഓക്കെ മാം, ഞാൻ അതന്നെ പറഞ്ഞത്. 2 into 5 ചെയ്തില്ലേ? അപ്പൊ 5 കുഞ്ഞുങ്ങൾക്ക് കാർഡ്സ് ആയിട്ട് കാണുന്നുണ്ട്. മറ്റേ നമ്പർ 2 തന്നെ വെക്കണമെന്ന് പറഞ്ഞിട്ട് കാണിപ്പിക്കുന്നെങ്കിൽ എങ്ങനെ ചെയ്യണ്ടേ? മനസ്സിലായില്ലേ മാം? ഇപ്പൊ 5 into 2 ചെയ്തില്ലേ? അപ്പൊ 5 എന്ന് പറയുമ്പോ ഇവിടെ കാർഡ് വെച്ചില്ല, ഒന്ന് കാർഡ് ഹോൾഡറില്. അത് കാർഡ് വെച്ചതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് 5 കൗണ്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇപ്പൊ 2 എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നെങ്കിൽ 2 എന്ന് പറയുന്നതിന്റെ സ്ഥാനത്തല്ലേ മറ്റേ ആ സ്ട്രിപ്പ് പോലത്തെ ഇത് വെച്ചതാ? 1 2 3 4 എന്നുള്ളത്. അത് കറക്റ്റ്. ബട്ട് അവർക്ക് 5 2 സ്ട്രിപ്പ് ഇല്ലേ? അതിൽ ഒന്ന് 5 വെക്കണമെന്ന് പറഞ്ഞിട്ട് 5 കാണിക്കുന്നുണ്ട്, കാർഡ് കാണിക്കുന്നുണ്ട്. 2 അതും അവര് ഓർമ്മ വെക്കണ്ടേ? 2 നമ്പർ ഓർമ്മ വെക്കണ്ടേ? അതിനാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്യാം. 4 into എത്രയാണ്? 4 into 2 ആണ് ചെയ്യാൻ പോകുന്നത്. 4 into 2. നമ്മൾ 4 into 2 എന്ന് പറയുമ്പോൾ 2 വേണ്ട അല്ലെ? 2 ഭയങ്കര പ്രശ്നമാണ്. 4 into 3 ചെയ്യാം. ഓക്കെ, 3 എന്ന് പറയുന്ന സ്ട്രിപ്പ് ഞാൻ ഇവിടെ വെച്ചു. നമ്മള് 3 വെച്ചിട്ടുണ്ട്. 3 times 4 ചെയ്യണം. അങ്ങനെയാണ് ഇതിന്റെ ആൻസർ തന്നെ. 3 times എന്ത് ചെയ്യണം? 4 ചെയ്യണം. ഞാൻ 4ന്റെ ഇവിടെ ഈ സ്ട്രിപ്പ് എടുത്ത് വെച്ചു, പ്ലേസ് ചെയ്തു. ഓക്കെ അല്ലെ? 3 times 4 ചെയ്യണം. ദെൻ ഈ 3 എന്ന് പറയുന്ന കാർഡ് ഇവിടെ ഉണ്ട്. എന്നാലും നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് ഒന്നുകൂടി കൗണ്ട് ചെയ്യിച്ച് 3യുടെ അവിടെ കറക്റ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. 1 2 3. ഇവിടെ നമ്പേഴ്സ് ഇല്ല. ഈ സൈഡിൽ നമുക്ക് നമ്പേഴ്സ് ഇല്ല, അതുകൊണ്ടാണ് ഈ കാർഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ സൈഡിൽ നമുക്ക് എന്തുണ്ട്? നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്പേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 3 times 4 ചെയ്യാൻ പോവാണ്. 3 times 4 ചെയ്യാൻ പോവാണ്. ഓക്കെ, 4 into 3. 4 into 3 അല്ലേ? 4 times 3. സോറി, 3 into 4 ആണെന്ന് വിചാരിക്കട്ടോ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 4 into 3. ഓക്കെ, 4 into 3. ഓക്കെ, 4 into 3 ആണ് പറഞ്ഞത്. ഞാൻ പ്ലേസ് ചെയ്തോട്ടെ ബീറ്റ്സ്. 4 into 3. 4 ബീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യണം. എത്ര ടൈംസ്? 3 times നമ്മൾ അത് അറേഞ്ച് ചെയ്യണം. പറഞ്ഞത് മാറിപ്പോയതാണ്. 4 ബീറ്റ്സ് നമ്മൾ അറേഞ്ച് ചെയ്യണം. എത്ര ടൈംസ്? 3 times നമ്മൾ അറേഞ്ച് ചെയ്തു. നോക്കുമ്പോ 4 ബീറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ 3 പ്രാവശ്യം അത് ചെയ്തു ഇല്ലേ? എന്നിട്ട് നമ്മളോട് കുട്ടികളോട് പറയും കൗണ്ട് ചെയ്യാനായിട്ട്. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? 12 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 into 4 ഒന്ന് കാണിക്കപ്പോ. 3 ഇപ്പൊ 4 into 3 അല്ലേ നമ്മൾ നോക്കിയത്? 3 into 4 എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലേസ് ചെയ്യുന്ന ഈ കാർഡ് മാറും. 3 into 4 4 എന്ന് പറയുന്ന കാർഡ് ആയിരിക്കും ഇവിടെ വരുന്നത്. ദെൻ ഇവിടെ 3യുടെ അവിടെ ആയിരിക്കും ഈ എന്താണ് സ്റ്റിക്കിൽ നമ്മള് ക്ലിക്കിൽ വെക്കുന്നത്. ഇവിടെ നമ്മൾ 4ന്റെ പ്ലേസിലായിരിക്കും വരുന്നത്. 1 2 3 4.
അപ്പൊ 3 into 4 എന്ന് പറയുന്നത് 3 എത്ര ടൈംസ് വരും? 4 ടൈംസ് ആണ് വരുന്നത്. 1 2 3 ഒരു പ്രാവശ്യമായി 3 1 2 3 തന്നെ നമ്മൾ കുട്ടികൾ കൗണ്ട് ചെയ്യും. 1 2 3 1 2 3 then കുട്ടികളോട് കൗണ്ട് ചെയ്ത് നോക്കാൻ പറയും. കൗണ്ട് ചെയ്യുമ്പോൾ അത് 4 ആണ് കിട്ടുന്നത്. സോറി 12 ആണ് കിട്ടുന്നത്. അങ്കിത മനസ്സിലായോ? യെസ് മാം, ക്ലിയർ ആയി. ഓക്കെ, ഇത് നമുക്ക് 10ന്റെ വരെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റൂടെ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത്. ഇപ്പൊ 8 into 8 ആക്ച്വലി ഇത് നെക്സ്റ്റ് എന്നൊക്കെ ഹെൽപ്പ് ചെയ്തു മോൾക്ക് പഠിക്കാൻ. ശരിക്കും മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഞാൻ എന്താ പറയാ എപ്പോഴും വാങ്ങിക്കണം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇത് ചില കുട്ടികൾ പ്രിപ്പയർ ചെയ്യും. അത് ആ കുട്ടി ഒരു കുട്ടി ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മിസ് ഞാൻ ചെയ്തു ഞാൻ കാർഡ് ബോർഡിൽ ഇങ്ങനെ ഹോളൊക്കെ ക്രിയേറ്റ് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് ചെയ്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രാക്ടിക്കൽ ക്ലാസ്സിനും അതേപോലെ ലൈവ് ക്ലാസ്സിലും കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. നല്ലൊരു മെറ്റീരിയൽ, കാരണം മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. പറഞ്ഞു രശ്മി. മിസ് നമ്മള് അല്ലാതെ ഈ പെഗ് ബോർഡ് ഉണ്ടല്ലോ, അത് ഇത് ഇങ്ങനെ ഇതായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നു. എന്റെ മോന് പെഗ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനത് കാണിക്കാം. ഓക്കേടാ, എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇത് കണ്ടോ മിസ്? പറ്റും. നമുക്ക് ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ? ഇത് 10 into 10. അതാണ് കൺസെപ്റ്റ് ആണ്. ഈ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഡിവിഷൻ ബോർഡും ഇതിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഞങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. അത് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് നല്ലതാണ്. വാങ്ങിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. 9 into 9 നമുക്കറിയാലോ, ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. 9 into 9 ഏതാണ്? എത്രയാണ് നമുക്ക് സംഖ്യ വരുന്നത്? 81 അല്ലേ? ഓക്കെ, നമുക്ക് ചെയ്താലോ 9 into 9. ഞാനിവിടെ 9 എന്ന് പറയുന്ന പ്ലേസ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 9 ഇവിടെ പ്ലേസ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 9ന്റെ തൊട്ട് മുകളിലായിട്ട് അത് പ്ലേസ് ചെയ്തു. ഞാൻ ഇവിടെ കൗണ്ട് ചെയ്യാണ്. ഇവിടെ എഴുതിയിട്ടില്ല, എന്നാലും ഞാൻ അത് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 കണ്ടോ, 9 പ്ലേസ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ ബീറ്റ്സ് വെച്ച് അറേഞ്ച് ചെയ്ത് നിങ്ങളെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കുകയാണ്. 9 ടൈംസ് 9 ചെയ്യണം. 1 2 അത്യാവശ്യം ഏറ്റവും വലിയ സംഖ്യ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ 9 തന്നെ സെലക്ട് ചെയ്തത്. ടു 9s ആയിട്ടുണ്ട്. അടുത്ത 3 9s. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നവര് നല്ല രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല രീതിയിൽ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. എനിക്ക് ചെയ്യാനും അതേപോലെ തന്നെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാപ്പാഠം പഠിച്ച് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? 9ന്റെ ഒക്കെ ടേബിള് ഏറ്റവും പാട് 8 9 7 6 8 9 ഒക്കെയാണ്. പിന്നെയാണ് 9ന്റെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് 9 പഠിച്ചത് ചെറുപ്പത്തിൽ കേട്ടോ, കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത്. അപ്പൊ 9ന്റെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ടേബിൾ ആണ് ഇത്. ഇതിപ്പോ ഇങ്ങനെ ചെയ്ത് പഠിച്ച മക്കളുടെ മൈൻഡിൽ അത് ഉണ്ടാവും എപ്പോഴും. ഉണ്ടാവും. കാരണം നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം അത് കറക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ അവരത് എക്സ്പീരിയൻസും കൂടി ചെയ്യല്ലേ. ജസ്റ്റ് ആ മൾട്ടിപ്ലൈ മാത്രമല്ല ചെയ്യുന്നത്, എക്സ്പീരിയൻസ് ചെയ്യേണ്ടവര്. അപ്പൊ ഇത് ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലും 9 into 9 കിട്ടും. കൗണ്ട് ചെയ്ത് നോക്കണോ? കൗണ്ട് ചെയ്യണോ? പാടായതുകൊണ്ടാട്ടോ. ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39
40, 41, 45, 41 കഴിഞ്ഞാൽ 42, 43, 44, 45, 46, 7, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 60, 65, 66, 67, 68, 69, 70, 71, 72, and 80, 81, sorry, 72 അല്ലേ പറഞ്ഞത്? 72, 72, 73. 73, 74, വായ കുഴഞ്ഞു പോണു കുറെ ആയില്ലേ കൗണ്ട് ചെയ്യണേ. 73, 74, 75, 76, 77, 78, 79, 81. Okay. ആക്ച്വലി ഈ ടേബിൾസിൽ 9 ones are 9, 9 twos are അങ്ങനെ പഠിക്കാം. അങ്ങനെയും പഠിക്കാം. ഇതാണോ 9 ones are 9, 9, 9 twos are count ചെയ്യാം. Count പഠിക്കാം. ചെയ്യിപ്പിക്കാം. നല്ലൊരു മെറ്റീരിയൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പെട്ടെന്ന് ആദ്യം ക്ലാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തൊരു കൺഫ്യൂഷൻ ആവണേ, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവണ മെറ്റീരിയൽ ആണല്ലോ എന്ന് വിചാരിച്ചു. കുഴപ്പമില്ലല്ലോ, നല്ലതല്ലേ? ഓക്കെ, ഞാൻ ഇനി നമ്മളുടെ ഡിവിഷൻ ബോർഡ് ഉണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. കാരണേ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഡിവിഷൻ ബോർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നല്ലത്. ഡിവിഷൻ ബോർഡിന്റെ ദിവസം നമുക്ക് കുറച്ചുകൂടി മെറ്റീരിയൽസ് ഉണ്ട്. ബീറ്റ്സ് വെച്ച് എങ്ങനെയാണ് അഡീഷൻ ചെയ്യണത്, കൗണ്ട് ചെയ്യുന്നതിനൊക്കെ പഠിപ്പിക്കാനുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് ഫ്രൈഡേ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഫ്രൈഡേയോ മാം? നെക്സ്റ്റ് ഫ്രൈഡേ, നാളെ അല്ല കേട്ടോ, നെക്സ്റ്റ് വീക്കിൽ ഫ്രൈഡേ വരില്ലേ? നോക്കട്ടെ, നെക്സ്റ്റ് ആണെങ്കിൽ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രൈഡേ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഇല്ല മാം? ഇംഗ്ലീഷ് ക്ലാസ് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവില്ല. ചോദിച്ചോക്കട്ടെ, ചില സമയങ്ങളിൽ അങ്ങനെയാണ്. കാരണം നമുക്ക് പ്രാക്ടിക്കൽ ക്ലാസ് നിങ്ങൾക്ക് 4th മുമ്പായിട്ട് എല്ലാം കംപ്ലീറ്റ് ആവണമല്ലോ. അപ്പൊ ആ വീക്ക് അങ്ങനെ വരാറുണ്ട്. ഒക്ടോബർ 4th നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് അല്ലേ? അതിന് മുമ്പായിട്ട് പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടാ. ഇനിയും ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇതല്ലാതെ പ്രാക്ടിക്കൽ സെക്ഷൻക്ക് വന്നപ്പോ വേറെ സാധനം അതെല്ലാം കാണിക്കും. ഇപ്പൊ 5th റെക്കോർഡിൽ ഞമ്മ കൊറേ തന്നെ എഴുതിയില്ല, 5 ടോപ്പിക്സ് മെയിൻ. 19 ആണെന്ന് തോന്നുന്നു മെറ്റീരിയൽസ് ഉള്ളത്. 19 മെറ്റീരിയൽസ് ഉണ്ട്. കുറച്ച് മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്. കാരണം 90 മെറ്റീരിയൽസ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഉള്ളൂ. നിങ്ങളപ്പോ നോക്കാം 90 മെറ്റീരിയൽസിന്റെ നോട്ട് പ്രാക്ടിക്കൽ സെഷൻ, ഓൺലൈൻ പ്രാക്ടിക്കൽ സെഷൻ കിട്ടിയിട്ടുണ്ടോന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ എടുക്കുന്ന മാത്തമാറ്റിക്കൽ ഏരിയ ആണ്, ഞാനത് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഫുൾ മാത്തമാറ്റിക്കൽ ഏരിയയിലും പോർഷൻസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഞാൻ പറയാം ലാസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനതായിരുന്നു, ഏതെങ്കിലും മെറ്റീരിയൽസ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അഡീഷൻ ബോർഡ്, സബ്സ്ട്രാക്ഷൻ ബോർഡ്, ലാസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. ഓക്കെ, താങ്ക് യു ഓൾ. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള മെറ്റീരിയൽസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം.